എറണാകുളം മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ചെടുത്ത് നിർണായക പരിശോധന നടത്തിയ അമിക്കസ് ക്യൂറി. സ്ഥലത്തെ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ എത്തിയത്. ഫ്ളാറ്റുകൾ പൊളിക്കാൻ കാരണം സർക്കാരിന് പറ്റിയ പിഴവാണെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ പറയുന്നു. ഇതന്ന് സർക്കാരിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പിഴവാണ്. കാരണം അന്ന് സർക്കാർ ഇതുപോലെ തന്നെ സുപ്രീം കോടതി പറയുന്നതനുസരിച്ചിട്ട് 3 അംഗ സമിതി ഇവിടെ നിയമിച്ചു. അതിനകത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കളക്ടറും മരട് നഗരസഭ സെക്രട്ടറിയുമാണ് അന്ന് ഉണ്ടായിരുന്നത്. അവർ കൊടുത്ത തെറ്റായ റിപ്പോർട്ടാണ് നമുക്ക് ഈ ഫ്ലാറ്റ് പൊളിക്കാനായിട്ടുണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ സർക്കാരാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. കാരണം 343 ആളുകളാണ് ഇന്നിപ്പോൾ വഴിയാധാരമായിട്ടുള്ളത്. അതുപോലെ അന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന 4 ഫ്ലാറ്റുകാരും നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ വെച്ചുകൊണ്ടാണ് അന്ന് ഈ ഫ്ലാറ്റുകളെല്ലാം പണിത്. ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. വിവരങ്ങളുമായി YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദി, മരട് ഫ്ളാറ്റിന്റെ വിഷയം അത് വീണ്ടും ചർച്ചയാവുകയും വിവാദമായി ഉയർന്നു വരികയും പരാതികൾ ഉയരുകയും ഒക്കെ ചെയ്യുന്നു. അതിനിടയിലുള്ള അമിക്കസ് ക്യൂറിയുടെ പരിശോധന അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അഭിനന്ദ്? രജിത, 2020 ജനുവരി മാസം 10-11 തീയതികളിലാണ് നമ്മൾ ഞാൻ ഈ നിൽക്കുന്ന ഹോളി ഫെയ്ത്ത് എജിറ്റ് ഉൾപ്പെടെയുള്ള 4 ഫ്ളാറ്റുകൾ പൊളിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം. പഴയ തീരദേശ പരിപാലന നിയമപ്രകാരം ലംഘിച്ചു ഫ്ളാറ്റുകൾ നിർമ്മിച്ച് എന്നാരോപിച്ചായിരുന്നു ഈ 4 ഫ്ളാറ്റുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് പിന്നീട് അത് നിലം പതിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ പുതുക്കിയ തീരദേശ പരിപാലന നിയമപ്രകാരം 2019 പുതുക്കിയ തീരദേശ പരിപാലന നിയമപ്രകാരം ഈ സ്ഥലം കാറ്റഗറി 2-ലാണ്. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ അത് നിയന്ത്രണത്തോടു കൂടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നതുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നത്. സുപ്രീം കോടതിയുടെ അമിക്കസ് ക്യൂറിയായിട്ടുള്ള ഗൗതം അഗർവാളിന്റെ സംഘം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരട് നഗരസഭ അധികൃതരുമായി നേരിട്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തി. ഇവിടെ തീരവും ഒപ്പം തന്നെ ഈ ഫ്ളാറ്റ് നിന്ന സ്ഥലവും തമ്മിലുള്ള ദൂരം അളന്നുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു പഠനം നടത്തി. ഇതിനുശേഷം റിപ്പോർട്ട് ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും സുപ്രീം കോടതിയിലേക്ക് നൽകുക. സുപ്രീം കോടതി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുക. എന്തായാലും മരട് നഗരസഭയുടെ നിലപാട് ഇവിടെ ഫ്ളാറ്റുകൾ തന്നെ നിർമ്മിക്കണം, കൂടുതൽ വാണിജ്യ വ്യവസായ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുള്ള തീരുമാനമാണ്. ആന്റണി ആശാൻ പറമ്പിൽ തന്നെ മരട് നഗരസഭാ ചെയർമാൻ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കൂടുതൽ ഫ്ളാറ്റുകൾ തന്നെ നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത് സർക്കാർ സംവിധാനത്തിൻ്റെ പാളിച്ചകളായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ 3 അംഗ സമിതിയെ വെച്ചു. അതിനകത്ത് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കളക്ടറും അതുപോലെ തന്നെ മരട് നഗരസഭയുടെ അന്നത്തെ സെക്രട്ടറിയും വെച്ചുകൊണ്ടാണ് കൊടുത്തത്. അവർ കൊടുത്ത തെറ്റായ റിപ്പോർട്ടാണ് ഈ ഫ്ളാറ്റുകൾ പൊളിക്കേണ്ടി വന്നത്. ഫ്ളാറ്റുകൾ തന്നെ വരണമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഫ്ളാറ്റുകൾ വരണം. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിയും വരണം. വന്നിട്ടില്ല ഈ സമയം വരെ. അത് തന്നെയാണ് ഫ്ളാറ്റുകൾ തന്നെ നിർമ്മിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാവണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു വിഭാഗം. കോടതിയുടെ നിലപാടാണ് അതിൽ നിർണായകമാവുക. അമിക്കസ് ക്യൂറിയുടെ പരിശോധന, അതിനുശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ട്, അതിൽ കോടതി എടുക്കുന്ന തീരുമാനം, അതൊക്കെ വളരെ പ്രധാനമാണ്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.